Welcome to a new topic, Malpighian tubules. We are discussing about the anatomy and histology of Malpighian tubules. Three orders are mentioned here: Lepidoptera, Coleoptera, and Hemiptera. മാൽഫീജിയൻ ട്യൂബിൾസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലോങ് ആയിട്ടുള്ള തിൻ ബ്ലൈൻഡ്ലി എൻഡിങ് ട്യൂബ്സ് ആണ്. ഇത് നമ്മുടെ ബോഡിക്കായിട്ട് ഫ്രീ ആയിട്ടാണ് ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻസൈഡിൻ്റെ മിഡ് ഗട്ടിൻ്റെയും ഹിൻ ഗട്ടിൻ്റെയും ജംഗ്ഷനിൽ വരുന്നൊരു ഗട്ടിൽ നിന്നാണ് മാൽഫീജിയൻ ട്യൂബിൾസ് അറൈസ് ചെയ്യുന്നത്. 17th സെഞ്ച്വറിയിലെ ഒരു മെഡിക്കൽ പ്യൂണിയറായിരുന്ന മാർസലിൻ മാൽഫീജിയാണ് ഇത് ഡിസ്കവർ ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് ഈ ഒരു മാൽഫീജിയൻ ട്യൂബിൾസ് എന്നൊരു പേര് വരാൻ കാരണം. മാൽഫിയൻ ട്യൂബിൾസ് എക്ടോഡെർമൽ ഹിൻഗാറ്റിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള ഗ്ലാൻഡുകളാണ്. അതുപോലെ തന്നെ ക്യൂട്ടിക്കലായിട്ട് ലൈൻഡ് അല്ല. എല്ലാ ഇൻസെക്ട്സിലും ഇത് കാണാൻ സാധിക്കും. ഓവറോൾ എല്ലാ ഇൻസെക്റ്റിലും കാണാം. പിന്നെ മെറിയാപോഡ്സ്, അരാക്നിഡ്സ്, ടാർഡിഗ്രേഡ്സിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. മാൽഫിയൻ ട്യൂബിൾസ് എന്ന് പറഞ്ഞാൽ ഇൻസെക്ട്സിൻ്റെ എക്സ്ക്രീറ്ററി സിസ്റ്റമായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഇൻസെക്ട്സിന് ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ടായിരുന്നു, നമ്മൾ ഗട്ട് എന്ന് പറയുന്നു. ഈ മാൽഫിയൻ ട്യൂബിൾസ് എന്ന് പറഞ്ഞ ട്യൂബിൾസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. ഇത് നമ്മുടെ ഗട്ടായിട്ട് ഇൻസെക്റ്റിൻ്റെ ഗട്ടായിട്ട് അറ്റാച്ച്ഡ് ആണ്. അങ്ങനെ ഇൻസെക്ട്സിൻ്റെ എക്സ്ക്രീറ്ററി സിസ്റ്റമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. വേസ്റ്റ് മെറ്റീരിയൽസ് ഹീമോലിംഫിൽ നിന്ന് മാൽഫിയൻ ട്യൂബിൾസിൽ എത്തുന്നു. അവിടെ വെച്ചിട്ട് ചില വാട്ടേഴ്സും സെർട്ടൻ അയൺസും റിക്കവർ ചെയ്യും. ബാക്കി റിമൈനിങ് ആയിട്ടുള്ള നൈട്രോജസ്റ്റ് വേസ്റ്റ്. ഈ നൈട്രോജനസ് വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂറിക് ആസിഡാണ് വരുന്നത്. അത് മാൽഫിയൻ ട്യൂബിൾസ് നിന്ന് ഗട്ടിലേക്ക് പോവുകയും അവിടെ നിന്ന് ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതാണ് മാൽഫിയൻ ട്യൂബിൾസിൻ്റെ ഒരു പിക്ചർ. അതിൽ നമുക്ക് ഫോർഗട്ട്, മിഡ്ഗട്ട്, ഹിൻഗട്ടൊക്കെ കാണാം. മാൽഫിജിയൻ ട്യൂബിൾസ് ഇൻ ലെപ്റ്റോപ്റ്ററ. നമുക്ക് ലെപ്റ്റോപ്റ്ററയിലെ മാൽഫിയൻ ട്യൂബിൾസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓർഡർ ലെപ്പിഡോപ്റ്ററിൽ വരുന്നത് മോത്ത്സ് ആൻഡ് ബട്ടർഫ്ലൈസ് ആണ്. ഇവരിലെ പ്രൈമറി എക്സ്ക്രീറ്ററി ആൻഡ് ഓസ്മോ റെഗുലേറ്ററി ഓർഗൻസ് ആണ് മാൽഫിജിയൻ ട്യൂബിൾസ്. ഈ സ്ട്രക്ചേഴ്സ് നൈട്രോജനസ് വേസ്റ്റും അതുപോലെ തന്നെ അയോണിക് ആൻഡ് വാട്ടർ ബാലൻസ് റെഗുലേറ്റ് ചെയ്യാനും അതുവഴി ഇൻറ്റേർണൽ ഹോമിയോസ്റ്റാറ്റിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ സ്ട്രക്ചേഴ്സ് ഒരു ക്രൂഷ്യൽ റോളാണ് വഹിക്കുന്നത്. ലെപ്പിഡോപ്റ്ററയിൽ ട്യൂബ്യൂൾസ് അതുപോലെ തന്നെ ലെപ്പിഡോപ്റ്ററയിലെ ഹോളോ മെറ്റാബോളിക് ഇൻസെക്ട്സ്, ഹൈ മെറ്റാബോളിക് ഡിമാൻഡ്സ് ആവശ്യമായിട്ടുള്ള ഹോളോ മെറ്റാബോളിക് ഇൻസെക്ട്സിന് അവരുടേതായിട്ടുള്ള ഹിസ്റ്റോളജിക്കൽ ഫീച്ചേഴ്സിന് റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ട്യൂബ്യൂൾസ് എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അവിടെ നമ്പർ ആൻഡ് അറേഞ്ച്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ലെപ്റ്റോപ്റ്റൻ ലാർവേ അതുപോലെ തന്നെ അഡൽട്ട്സിലും ഏകദേശം 4 to 6 മാൽഫിജിയൻ ട്യൂബിൾസാണ് കാണാൻ പറ്റുക. ഇത് ഓരോ ഫാമിലീസിലും സ്ലൈറ്റ്ലി വേരി ചെയ്തിരിക്കാം. ചിലപ്പോൾ ഒന്നെങ്കിൽ കുറയാമെന്നെങ്കിൽ കൂടാം. ഈ ട്യൂബിൾസ് മിഡ്ഗട്ടിൻ്റെയും ഹൈൻഗട്ടിൻ്റെയും ജംഗ്ഷനിൽ നിന്നാണ് അറൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹിമോസിയയിൽ ഫ്രീ ഫ്ലോട്ടിംഗ് ആയിരിക്കും. ഇനി സൈസ് നോക്കുകയാണെങ്കിൽ ട്യൂബിൾസ് ഭയങ്കര ലോങ്, സ്ലെൻഡർ, അൺബ്രാഞ്ച്ഡ് ആൻഡ് കൺവോൾയൂട്ടഡ് സ്ട്രക്ചേഴ്സാണ്. ലാർവൽ സ്റ്റേജസിൽ കുറച്ചുകൂടി സ്ലൈറ്റ്ലി മോർ വോളിമിനസ് ആയിരിക്കും. ആക്റ്റീവ് മെറ്റബോളിസം ഉള്ളതുകൊണ്ട് അതുപോലെ തന്നെ ഹൈലി വേസ്റ്റ് പ്രൊഡക്ഷനും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അറ്റാച്ച്മെൻറ്റ് ആൻഡ് ഫങ്ഷൻ. ഇൻ സം ലെപ്റ്റോപ്റ്ററൻ സ്പീഷീസ് histological studies suggest regional differentiation within the tubules. Proximal segment, major site of active secretion of potassium, sodium and uric acid. Distal segment may play a role in reabsorption of water and certain ions. In some cases, storage excretion is evident, especially for insoluble uric acid. എന്താണെന്ന് വെച്ചാൽ ചില ലെപ്റ്റോപ്റ്ററൻ സ്പീഷീസുകളിൽ ഹിസ്റ്റോളജിക്കൽ പഠനങ്ങൾ ട്യൂബുകൾക്കുള്ളിലെ പ്രാദേശിക വ്യത്യാസം നിർദ്ദേശിക്കുന്നുണ്ട്. അതായത് പ്രോക്സിമൽ സെഗ്മെൻറ്റ്, അതായത് കുടലിനടുത്ത് വരുന്ന ഭാഗം, അവിടെയാണ് പൊട്ടാസ്യം അതുപോലെ തന്നെ സോഡിയം, യൂറിക് ആസിഡ് എന്നിട്ടുള്ള പ്രധാന ആക്റ്റീവ് സെക്രീഷൻ സൈറ്റായിട്ട് പ്രവർത്തിക്കുന്നത്. പിന്നെ ഡിസ്റ്റൽ സെഗ്മെൻറ്റ്, ഇവിടെയാണ് വാട്ടറിൻ്റെയും സെർട്ടൻ അയോൺസിൻ്റെയും റീ അബ്സോർപ്ഷൻ നടക്കുന്നത്. അതാണ് പറയുന്നത്. ചില സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് ഇൻസോല്യൂബിൾ ആയിട്ടുള്ള യൂറിക് ആസിഡിനെ സ്റ്റോറേജ് എക്സ്ക്രീഷൻ എവിഡൻ്റ് ആയിരിക്കും ഈ ഭാഗത്ത്. എക്സ്ക്രീറ്ററി റോൾ ആൻഡ് അഡാപ്റ്റേഷൻ. ഇവിടെ ഇൻസെക്ട്സിനെ നൈട്രോജനസ് വേസ്റ്റ് പ്രൈമറിൽ എന്തായിരിക്കും, യൂറിക് ആസിഡ് ആയിരിക്കും. ഇതൊരു പേസ്റ്റ് രൂപത്തിൽ അഥവാ ക്രിസ്റ്റൽ രൂപത്തിലായിരിക്കും എക്സ്ക്രീറ്റഡ് ആയിരിക്കുക. പിന്നെ ഇൻസെക്ട്സ് ഓഫൺ എക്സിബിറ്റ് സ്റ്റോറേജ് എക്സ്ക്രീഷൻ, എക്സാമ്പിൾ ഇൻ പ്യൂപ്പൽ സ്റ്റേജസ്.
സാധാരണയായിട്ടും പ്യൂപ്പൽ സ്റ്റേജസിലാണ് ഇത് കാണാറുള്ളത്. അതായത് അവർ സ്റ്റോറേജ് എക്സ്ക്രീഷൻ എക്സിബിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുവഴി വേസ്റ്റ് എന്തായിരിക്കും ഇവരുടെ ഫാറ്റ് ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അതിന് ഇമ്മീഡിയറ്റ്ലി എക്സ്ക്രീറ്റ് ചെയ്ത് കളയില്ല. ട്യൂബിൾസ് അതുപോലെ തന്നെ ഈ ലാർവൽ ഫീഡിങ്ങിൻ്റെ സമയത്ത് അവർ ഇൻജസ്റ്റ് ചെയ്യുന്ന പ്ലാന്റ്സിൻ്റെ സെക്കൻഡറി മെറ്റബോളൈറ്റ്സിൽ ഉണ്ടാകുന്ന വിഷവിമുക്തി അങ്ങനെ ആ പ്ലാന്റ്സിനെ ഡീറ്റോക്സിഫൈ ചെയ്യാൻ ഈ ട്യൂബിൾസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. പിന്നെ ഡെവലപ്മെൻറ്റൽ ആസ്പെക്ട്സ് നോക്കുകയാണെങ്കിൽ മെറ്റാമോർഫോസിസിൻ്റെ സമയത്ത് തന്നെ, അതായത് ഏകദേശം പ്യൂപ്പൽ സ്റ്റേജിൽ തന്നെ മാൽഫിൻ ട്യൂബിൾസ് ഫോം ചെയ്തിട്ട് അവിടെ പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് അഡൾട്ടുള്ള വരെ കണ്ടിന്യൂ ചെയ്യുന്നു. പിന്നെ പ്യൂപ്പൽ സ്റ്റേജസിലായിരിക്കും ചില റീമോഡലിംഗ് ഒക്കെ ഉണ്ടാവുക. അങ്ങനെ അഡൾട്ട് ആവുന്നതിനനുസരിച്ച് സെല്ലുലാർ സൈസസിൽ ചേഞ്ചസ് വരും. പിന്നെ ഓർഗനൽ ഡിസ്ട്രിബ്യൂഷനിലായാലും അതുപോലെ തന്നെ സെക്രീഷണൽ ആക്ടിവിറ്റീസിലായാലും. കമ്പയറിങ് ടു അതർ ഇൻസെക്ട് ഓർഡേഴ്സ്, ലെപ്പിഡോപ്റ്ററൻ ട്യൂബിൾസ് നമ്പർ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കുറവായിരിക്കും. പക്ഷേ എഫിഷ്യൻറ്റ് ഓസ്മോ റെഗുലേഷനാണ് അവർ കാണിക്കുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ കൂടുതലും ഹെർബിവറസ് ഡയറ്റാണ്. അതുപോലെ തന്നെ വാട്ടർ അവൈലബിലിറ്റി, സ്റ്റാർവ് സ്റ്റേജസിൽ അത്യാവശ്യം വാട്ടറിൻ്റെ അവൈലബിലിറ്റിയും അതുപോലെ തന്നെ ഹെർബിവറസ് ഡയറ്റും കൂടി ഉള്ളതുകൊണ്ടാണ് ഇവർക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓസ്മോ റെഗുലേഷൻ കാണിക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു ഓർഗൻസായിട്ടും അറ്റാച്ച്ഡ് ആയിരിക്കില്ല. ഹീമോലിംഫിൽ ബാത്ത്ഡ് ആയിരിക്കും. Their free ends are closed and they function by actively transporting ions and metabolic waste products from the hemolymph into the tubule lumen, eventually leading to the ingot for excretion. ഹിസ്റ്റോളജി നോക്കും. മാൽഫിൻ ട്യൂബിൾസ്, ലെപ്പിഡോപ്റ്ററിൻ്റെ മാൽഫിൻ ട്യൂബിൾസിന് ടിപ്പിക്കൽ ലോങ് തിൻ ട്വിസ്റ്റഡ് ട്യൂബിൾസ് ആണ് നമ്മൾ പറഞ്ഞതായിരുന്നു ആ കാര്യം. ഒരു സിംഗിൾ ലെയർ ഓഫ് എപ്പിത്തീലിയൽ സെൽസ് ഇതിനെ സറൗണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. They are also covered externally by a peritoneal coat and supplied with muscle fibers which aid in peristalsis. സെൽ ടൈപ്പ് നോക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ ലെയർ കൊണ്ടുള്ള ഒരു വാളാണ് ഇതിനുണ്ടായിരിക്കുക. സെൽ ടൈപ്പ് ഓഫ് ജനറലി ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ സെൽസ്. ന്യൂക്ലിയർ ലാർജ് സെൽസിന് ലാർജ് റൗണ്ട് ആൻഡ് ക്രോമാറ്റിൻ ഡെൻസ് ന്യൂക്ലിയർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ദേ ഓഫൺ ഓക്യുപൈ സിഗ്നിഫിക്കൻറ്റ് പോർഷൻ ഓഫ് ദ സെൽ. എപ്പിക്കൽ സർഫേസ്, the side of the cell facing the lumen features a prominent brush border made of numerous slender microvilli. എപ്പിക്കൽ സൈഡ് എന്ന് പറയുമ്പോൾ ലൂമനെ ഫേസ് ചെയ്ത് നിൽക്കുന്ന സെല്ലിൻ്റെ സൈഡിനെയാണ് എപ്പിക്കൽ സൈഡ് എന്ന് പറയുന്നത്. ഇവിടെ എന്തുണ്ട്, ന്യൂമറസ് ആയിട്ടുള്ള സ്ലെൻഡർ മൈക്രോവില്ലികളെ കൊണ്ട് അടങ്ങിയിട്ടുള്ള സൈഡാണിത്. അയൺസിൻ്റെയും അതുപോലെ തന്നെ ഫ്ലൂയിഡ്സിൻ്റെയും എഫിഷ്യൻറ്റ് ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് സർഫേസ് ഏരിയ ഇൻക്രീസ് ചെയ്യാൻ ഈ മൈക്രോവില്ലി സഹായിക്കുന്നു. പിന്നത്തേതാണ് ബേസൽ സർഫേസ്. നമ്മുടെ സെൽസിൻ്റെ ബേസൽ സൈഡിൽ, അതായത് ഹീമോലിംഫിനെ ഫേസ് ചെയ്തിരിക്കുന്ന ഭാഗമാണ്. ഇവിടെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള മെംബ്രെയിൻ ഇൻഫോൾഡിങ്സ് ഉണ്ട്. ഈ ഇൻഫോൾഡിങ്സിൽ കുറേ ന്യൂമറസ് ആയിട്ടുള്ള മൈറ്റോകോൺട്രിയ ആയിട്ടുള്ള അസോസിയേറ്റഡ് ആയിട്ട് കാണാൻ സാധിക്കും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീമോലിംഫിൽ നിന്ന് സെല്ലിലേക്ക് സബ്സ്റ്റൻസിൻ്റെ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. പിന്നെ സ്പെഷ്യലൈസ്ഡ് അറേഞ്ച്മെൻറ്റ്, അതായത് ക്രിപ്റ്റോനെഫ്രി ഇതൊരു ഡിസ്റ്റിൻറ്റീവ് ഫീച്ചറാണ്. ലെപ്പിഡോപ്റ്ററൻ സ്പീഷീസിൽ മാത്രം കാണുന്നൊരു ഡിസ്റ്റിൻറ്റീവ് ഫീച്ചറാണ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാൽഫിൻ ട്യൂബിൾസിൻ്റെ ഡിസ്റ്റൽ ബ്ലൈൻഡ് എൻസ് നമ്മുടെ റക്റ്റത്തിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു പെരിനെഫ്രിക് മെമ്പറൈനിലാണ് ഈ മാൽഫിൻ ട്യൂബിൾസ് ഉൾച്ചേർത്തിരിക്കുന്നത്. ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്തുകൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വാട്ടർ റീഅബ്സോർപ്ഷനും അയൺ റെഗുലേഷനും സഹായിക്കുന്നു. ഇത്രയേ ഉള്ളൂ ലെപ്പിഡോപ്റ്ററൻ സ്പീഷീസിനെ കുറിച്ചിട്ടുള്ളത്, ഓർഡറിനെ കുറിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓർഡർ കോളിയോപ്റ്ററയെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇനി അടുത്തതാണ് ഓർഡർ കോളിയോപ്റ്ററ. കോളിയോപ്റ്ററ എന്ന് പറഞ്ഞാൽ ബീറ്റൽസ് അടങ്ങിയിട്ടുള്ള ഓർഡറിനെയാണ് നമ്മൾ കോളിയോപ്റ്ററ എന്ന് പറയുന്നത്. ഇവരുടെ മാൽഫിൻ ട്യൂബിൾസും ബ്ലൈൻഡ് എൻഡിങ് ആയിട്ടുള്ള സ്ലെൻഡർ ട്യൂബ്സാണ്. ഇത് മിഡ്ഗട്ടിനെയും ഇൻഗട്ടിനെയും ജംഗ്ഷനിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. മോസ്റ്റ് സ്പീഷീസിനും 4 അതോ 6 ട്യൂബിൾസാണുള്ളത്. ഇത് ഹീമോലിംഫിൽ ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ തന്നെ ഒരു സിംഗിൾ ലെയർ ഓഫ് സെൽസ് കൂടി ഉണ്ടായിരിക്കും. ഒരു കീ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഡിസ്റ്റൽ ലെൻസ് ഒരു ക്രിപ്റ്റോനെഫ്രിഡിയൽ സിസ്റ്റം ഫോം ചെയ്യുന്നുണ്ട്. അതുവഴി റെക്റ്റമായിട്ട് ഇൻറ്റിമേറ്റ്ലി അസോസിയേറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു മെമ്പറൈനും കൊണ്ട് എൻക്ലോസ്ഡ് ആണ്.
ഇവരുടെ സ്പെഷ്യലൈസ്ഡ് അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ റീഅബ്സോർപ്ഷനും അതുപോലെ തന്നെ അയോൺ റെഗുലേഷൻ തന്നെയാണ് ലെപ്റ്റോപ്റ്ററിലെ പോലെ തന്നെ. ഇനി അവരുടെ അനാട്ടമിക്കൽ ഫീച്ചേഴ്സ് നോക്കാം. സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ ലെയർ ഓഫ് സെൽസ് കൊണ്ടാണ് ഈ ട്യൂബ് ഫോം ചെയ്തിരിക്കുന്നത്. ലൊക്കേഷൻ വരുന്നത് പറഞ്ഞ പോലെ തന്നെ മിഡ് ഗട്ടിൻ്റെ ഇൻഗട്ടിലുള്ള ജംഗ്ഷനിലുള്ള ഒരു ഗട്ടിനായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ദ പ്രോക്സിമൽ ലൈൻ ഓപ്പണിംഗ് ഇൻ ടു ദ ഗട്ട് ആൻഡ് ദ ഡിസ്റ്റൽ ലൈൻ ബീയിങ് ബ്ലൈൻഡ്. നമ്പർ ഏകദേശം ഈവൻ ആണ്, അതായത് ടിപ്പിക്കലി 4-6 ട്യൂബിൾസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. മൂവ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോവേവ് ഹെൽപ്പ് ടു പ്രൊപ്പൽ ദ സബ്സ്റ്റൻസസ് ആൻഡ് they contain actin for structural support. Types. In Coleoptera, Malpighian tubules may be functionally and morphologically divided into proximal and distal segments. രണ്ട് segments ആയിട്ട് തിരിച്ചിട്ടുണ്ട്. Proximal segment is for secretion and distal segments for absorbing the segments. Proximal region specialized for secretion of nitrogenous waste, primarily uric acid, active transport of sodium, potassium and chlorine ions. Distal region specialized for the reabsorption of water and solutes. വാട്ടറിൻ്റെയും അതുപോലെ തന്നെ സോളിഡ്സിൻ്റെ റീഅബ്സോർപ്ഷന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു സെക്ടറാണ് വരുന്നത്. ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ദ ഓസ്മോട്ടിക് റെഗുലേഷൻ എസ്പെഷ്യലി ഇൻ Xerophilus beetles. Excretory products. The main nitrogenous waste product is uric acid. Uric acid ആണ് മെയിൻ ആയിട്ടുള്ള nitrogenous waste product. These are excreted in solid or semi-solid form. It is an adaptation to the terrestrial life. Some beetles may also excrete allandian or urea depending on the diet and habitat. നമുക്ക് കമ്പാരിറ്റീവ് നോട്ട്സ് നോക്കാം. കരാബിഡെ ഗ്രൗണ്ട് ബീറ്റിൽസ് ആണ്. They often show simplified tubule structures due to their predatory moisture rich habitat. അവരത് predatory habitat ആയതുകൊണ്ട് തന്നെ സിംപ്ലിഫൈഡ് ട്യൂബുൾ സ്ട്രക്ചേഴ്സ് ആണ് അവർക്കുള്ളത്. പിന്നെ ടെനബ്രിയോണിഡെ, ഇത് ഡാർക്ലിംഗ് ബീറ്റിൽസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ബീറ്റിൽസ് ആണ്. They have well developed tubules with cryptonephric system aiding in arid adaptations. പിന്നെ സ്കരാബിഡിയെ, അതായത് നമ്മുടെ ഡങ് ബീറ്റിൽസ്. അപ്പോൾ ഇവർക്ക് ന്യൂമറസ് ആയിട്ടുള്ള ട്യൂബിൾസ് ആണുള്ളത് വിത്ത് ലാർജ് സെക്രീറ്ററി കപ്പാസിറ്റി ഡ്യൂ ടു പ്രോട്ടീൻ റിച്ച് ഡയറ്റ്. ഹിസ്റ്റോളജി നോക്കാം. Each tubule has a typical tubular epithelial organization supported by a basement membrane. Epithelium single layered ആയിരിക്കും. ക്യൂബോയിഡൽ ഓർ കോളോമിയൽ എപ്പിത്തീലിയൽ സെൽസ് ആണുള്ളത്. സെൽസ് കണ്ടെയ്ൻ ലാർജ് ഓവൽ സെൻട്രലി ലൊക്കേറ്റഡ് ന്യൂക്ലിയൈ ലാർജ് ആൻഡ് ഓവലായിട്ട് സെൻട്രലി ആണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ദി ലൂമിനൽ സൈഡ് ഈസ് ലൈൻഡ് വിത്ത് മൈക്രോവില്ലൈ ഫോമിങ് എ ബ്രഷ് ബോർഡർ ടു എൻഹാൻസ് സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ. They also rich in mitochondria, especially in ion transporting regions. Cellular composition. Cells are often packed with vesicles, urate crystals and sometimes pigment granules. പിന്നെ അതുപോലെ തന്നെ സ്ഫീറോ ക്രിസ്റ്റൽസ് പ്രസൻസ് ആണ് certain species. It is composed of waste products or minerals. In some beetles, two distinct cell types may occur, principal cells and stellate cells. Lumen. The lumen is narrow and collects excreted substances before passing them to the hindgut. Histological staining often reveals the presence of uric acid granules, proteins and sometimes microbial symbionts. അപ്പോൾ എത്രത്തോളമാണ് ഓർഡർ കോളിയോപ്റ്ററെ കുറിച്ച് പറയാൻ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഓർഡർ ഹെമിപ്റ്ററയെ പറ്റി നോക്കാം. ഓർഡർ ഹെമിപ്റ്ററ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ ബഗ്സിനെ കംപ്രൈസ് ചെയ്യുന്ന ഓർഡറാണ്. എക്സാമ്പിൾസ് അഫിഡ്സ്, സിക്കാഡാസ്, ഷീൽ ബഗ്സ്. ഇവർക്ക് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്റേ സിസ്റ്റമാണുള്ളത്. ഇറ്റ് ഈസ് ഡോമിനേറ്റഡ് ബൈ ദ മാൽഫിയൻ ട്യൂബിൾസ് ഡോമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു വെൽ ഡെവലപ്ഡ് എക്സ്റേ സിസ്റ്റം തന്നെയാണ് ഓർഡർ ഹെമിപ്റ്ററയ്ക്കുള്ളത്. ദീസ് ട്യൂബിൾസ് ആർ എസെൻഷ്യൽ ഫോർ ദ ഓസ്മോ റെഗുലേഷൻ ആൻഡ് എക്സ്ക്രീഷൻ ഓഫ് ദ നൈട്രോജനസ് വേസ്റ്റ്, എസ്പെഷ്യലി യൂറിക് ആസിഡ്. ഹെമിപ്റ്ററൻസ് with their specialized fluid feeding habitats. ഹെമിപ്റ്ററൻസിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഫ്ലൂയിഡ് ഫീഡിങ് ഹാബിറ്റ്സ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ അവർ യൂണിക് ആയിട്ടുള്ള അഡാപ്റ്റേഷൻസ് ആണുള്ളത്. എക്സിബിറ്റ് യൂണിക് അഡാപ്റ്റേഷൻസ് ഇൻ ദ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് ദർ മാൽഫിയൻ ട്യൂബിൾസ്. അവരുടെ മാൽഫിയൻ ട്യൂബിൾസിൻ്റെ സ്ട്രക്ചറിലും ഫങ്ഷനിലും യൂണിക് ആയിട്ടുള്ള അഡാപ്റ്റേഷൻ നമുക്ക് കാണാൻ സാധിക്കും. മെയിനായിട്ട് ഇവർ ഫ്ലൂയിഡ് ഫീഡിങ് ഹാബിറ്റ്സ് ആണ് ഹെമിപ്റ്ററൻസിനുള്ളത്. നമുക്കിനി അവരുടെ അനാട്ടമി നോക്കുകയാണെങ്കിൽ നമ്പർ ആൻഡ് ഒറിജിൻ ഏകദേശം മറ്റ് ഓർഡറിലെ പോലെ തന്നെ 4 to 6 മാൽഫിയൻ ട്യൂബിൾസ് തന്നെയാണുള്ളത്. ഒറിജിനേറ്റിംഗ് അറ്റ് ദ മിഡ് ഗട്ട് ഓർ ഹൈൻഗട്ട് ജംഗ്ഷൻ.
particularly between the mesenterium and ileum. Position ഹീമോക്സിയൽ ഫ്രീ ട്യൂബിൾസ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. ദർ സസ്പെൻഡഡ് വിത്തിൻ ദ ബോഡി ക്യാവിറ്റി ആൻഡ് സറൗണ്ടഡ് ബൈ ഹീമോലിംഫ്. സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ട്യൂബിൾസ് ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സ്ലെൻഡർ ആൻഡ് അൺബ്രാഞ്ചഡ് സ്ട്രക്ചേഴ്സാണ്. പക്ഷേ എന്താണ് ദേ അപ്പിയർ ആസ് എ ലൂപ്ഡ് ഓർ കോയിൽഡ് സ്ട്രക്ചർ. ലൂപ്ഡ് അഥവാ കോയിൽഡ് സ്ട്രക്ചറായിട്ടാണ് അപ്പിയർ ചെയ്യാൻ സാധിക്കുക. ദേ ഹാവ് എ യൂണിഫോം ഡയമീറ്റർ ഓർ മേ ഷോ റീജിയണൽ ഡിഫറൻഷിയേഷൻ ഡിപ്പെൻഡിങ് ഓൺ ഫങ്ഷൻ. ആൻറ്റീരിയർ ഓർ പ്രോക്സിമൽ റീജിയൻ നോക്കാം. ആൻറ്റീരിയർ ഈ റീജിയൻ ഇറ്റ് ഈസ് ഡോമിനേറ്റഡ് ബൈ ആക്റ്റീവ് സെക്രീഷൻ ഓഫ് പൊട്ടാസ്യം, സോഡിയം, ക്ലോറിൻ, അയോൺ ആൻഡ് യൂറേറ്റ്സ് ഇൻ ടു ദ ലൂമൻ. ഇനി ഡിസ്റ്റൽ അഥവാ പോസ്റ്റീരിയർ ആയിട്ടുള്ള പോസ്റ്റീരിയർ സെക്ഷനിലാണ് റീജിയനാണ് ഡിസ്റ്റൽ റീജിയൻ. ദേ may specialize in water and ion reabsorption, especially important for xylem feeding hemitrans that ingest excess water. സൈലം ഫീഡിങ് ഹെമിറ്റംസിലാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത്. അതായത് എക്സസ് ആയിട്ട് വാട്ടർ ഇൻജസ്റ്റ് ചെയ്യുന്ന ഇവരിൽ അതാണ് വാട്ടർ ആൻഡ് അയോൺ റിഅബ്സോർപ്ഷൻ സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും മാൽഫിൻഡ്യൂൾസ്. പിന്നെ ട്രാൻസിഷൻ സോൺസ് ഉണ്ട്. These transition zones may contain morphologically distinct cells including a large stellate or goblet cells for ഇതിനാണ് അയോൺ ട്രാൻസ്പോർട്ടിന്. ഹെമിപ്റ്റൻസിലെ ഡൈവേഴ്സ് ഫീഡിങ് സ്ട്രാറ്റജീസ് നമുക്ക് കാണാൻ സാധിക്കും. ഓരോ ഫാമിലീസിലും വ്യത്യസ്തമായിട്ടുള്ള ഫീഡിങ് ഹെമിപ്റ്റൻസിനുള്ളത്. അതുപോലെ തന്നെ അവർക്ക് അവരുടെ മാൽഫിൻഡ്യൂൾസിലും സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ അഡാപ്റ്റേഷൻസ് ഉണ്ട്. അഫിഡ്സ് ആൻഡ് വൈറ്റ് ഫ്ലൈസിൽ നോക്കുകയാണെങ്കിൽ ഇവർ ഫ്ലോയിങ് ഫീഡേഴ്സാണ്. അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസ് എക്സസ് ഷുഗറി വേസ്റ്റ്. ഹണിഡ്യൂ ആണ് ഇവർ വേസ്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ മാൽഫിൻഡ്യൂൾസിന് മിനിമൽ റോള് മാത്രമേ എക്സ്ക്രീഷനിലുള്ളൂ. ഫിൽട്ടർ ചേമ്പേഴ്സാണ് മോസ്റ്റ് ഓസ്മോ റെഗുലേഷൻസും ഹാൻഡിൽ ചെയ്യുന്നത്. മാൽഫിൻഡ്യൂൾസ് ആർ ഓഫൻ റെഡ്യൂസ്ഡ് ഇൻ നമ്പർ ഓർ ഫങ്ഷൻ. സിക്കാഡാസ് സൈലം ഫീഡേഴ്സാണ്. ദേ കൺസ്യൂം ലാർജ് വോളിയൂംസ് ഓഫ് ഡൈല്യൂട്ട്സ്. മാൽഫിൻഡ്യൂൾസ് ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ ദ വാട്ടർ റിമൂവൽ ആൻഡ് അയോൺ ബാലൻസ്. പ്രൊഡക്ടറി ബഗ്സിൽ നോക്കുകയാണെങ്കിൽ എക്സാമ്പിൾ റെഡുവിഡ് നോക്കുകയാണെങ്കിൽ വെൽ ഡെവലപ്ഡ് മാൽഫിൻഡ്യൂൾസ് ആണുള്ളത്. ദേ ആർ ആക്റ്റീവ്ലി എക്സ്ക്രീറ്റ് ദ നൈട്രോജനസ് വേസ്റ്റ് ആൻഡ് മെയിൻറ്റെയിൻ അയോണിക് ഹോമിയോസ്റ്റാറ്റിസ്. ഇനി ഡെവലപ്മെൻറ്റ് ആൻഡ് മെറ്റബോളിക് റോൾസ് നോക്കാം. മാൽഫിൻഡ്യൂൾസ് എംബ്രോജനസിൻ്റെ ടൈമിൽ ഡെവലപ്പ് ചെയ്തിരിക്കും. നിംഫൽ ആൻഡ് അഡൽട്ട് സ്റ്റേജസിൽ പെർസിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ചില സ്റ്റഡീസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാൽഫിൻഡ്യൂൾസ് എന്താണ് പ്ലാന്റ് സെക്കൻഡറി മെറ്റബോളിറ്റ്സിന് ഡീറ്റോസിഫിക്കേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ്. അതായത് എന്താണ് ഈ പ്ലാന്റ്സിൻ്റെ സെക്കൻഡറി മെറ്റബോളിറ്റ്സിൽ ഉണ്ടാകുന്ന അഥവാ പെസ്റ്റിസൈഡ്സിൻ്റെയോ അവരെ വിഷവിമുക്തമാക്കാൻ സഹായിക്കുന്നു. അതുവഴി അതായത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവരിൽ ഡീറ്റോക്സിഫൈങ് എൻസൈംസ് ഉണ്ടെന്നാണ് പറയുന്നത്. മാൽഫിൻഡ്യൂൾസ് അതുപോലെ തന്നെ ഇമ്മ്യൂൺ ഫങ്ഷൻസിനും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ദേ പ്രൊഡ്യൂസ് ആൻറ്റി മൈക്രോബിയൽ പെപ്റ്റൈഡ്സ് ഇൻ സം ഹെമിപ്റ്റൻസ്. ചില ഹെമിപ്റ്റൻസിൽ ആൻറ്റി മൈക്രോബിയൽ പെപ്റ്റൈഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഈ സ്റ്റോറേജ് എക്സ്ക്രീഷൻ. ലൈക്ക് മെനി ഇൻസെക്ട് ഹെമിപ്റ്റൻസ് പ്രൈമറിലി എക്സ്ക്രീറ്റ് ചെയ്യുന്നത് യൂറിക് ആസിഡാണ്. ഇറ്റ് ഈസ് റിലേറ്റീവ്ലി നോൺ ടോക്സിക് ആൻഡ് വാട്ടർ ഇൻസൊല്യൂബിൾ വേസ്റ്റ് പ്രോഡക്റ്റ്. ചില സ്പീഷീസിൽ എക്സ്ക്രീഷൻ ഡിലേഡ് ആയിരിക്കും. വേസ്റ്റ് സ്റ്റോർഡ് ചെയ്യും in specialized cells or regions of the malfindules and later avoided during the molting time. മോൾട്ടിങ് സമയത്തായിരിക്കും ഈ വേസ്റ്റ് എക്സ്ക്രീറ്റ് ചെയ്ത് കളയുള്ളൂ. അതുവരെ വേസ്റ്റ് സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഫാറ്റ് കണ്ടൻ്റായിട്ട് ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും. നമുക്ക് ഹിസ്റ്റോളജി നോക്കാം. ഈച്ച് മാൽഫിൻഡ്യൂൾസ് ഈസ് ലൈൻഡ് ബൈ എ സിംഗിൾ ലെയർ ഓഫ് എപ്പിത്തീലിയൽ സെൽസ് സറൗണ്ടഡ് എക്സ്റ്റേണലി ബൈ എ ബേസ്മെൻറ്റ് മെംബ്രെയിൻ ആൻഡ് ഇൻറ്റേർണലി ബൈ എ സെൻട്രൽ ലൂമൻ. എക്സ്റ്റേണലി സറൗണ്ട് ചെയ്തിരിക്കുന്നത് ഒരു ബേസ്മെൻറ്റ് മെംബ്രെയിനും ഇൻറ്റേർണലി ഒരു സെൻട്രൽ ലൂമനോടും കവർ ചെയ്താണ് മാൽഫിൻഡ്യൂൾസ്. എപ്പിത്തീലിയൽ സെൽസ് ഇറ്റ് ഈസ് ടിപ്പിക്കലി ക്യൂബോയിഡൽ ഓർ കോളുമിനാർ. അതുപോലെ തന്നെ അപ്പിക്കൽ മൈക്രോവില്ലി അടങ്ങിയിട്ടുള്ളതാണ്. ഇറ്റ് ഇൻക്രീസ് ദ സർഫസ് ഏരിയ ഫോർ സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ. കണ്ടെയ്ൻ ബേസിലി പ്ലേസ്ഡ് ന്യൂക്ലിയ. ഒരു ന്യൂക്ലിയ ബേസിൽ ഭാഗത്താണ് പ്ലേസ്ഡ് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ ന്യൂമറസ് മൈറ്റോകോൺട്രിയസ് ഉണ്ടായിരിക്കും. ഇൻഡിക്കേറ്റിംഗ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. സെൽ ടൈപ്സ് മേ ഡിഫർ ബേസ്ഡ് ഓൺ ഫങ്ഷൻ. സെക്രീറ്ററി ടൈപ്പ് സെൽ ടൈപ്സ് ഉണ്ടായിരിക്കും. അബ്സോർപ്റ്റീവ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അയോൺ ട്രാൻസ്പോർട്ടിംഗ് ടൈപ്പ് ഉണ്ടായിരിക്കും. ലൂമൻ നോക്കുകയാണെങ്കിൽ ക്ലിയർ ഓർ മേ കണ്ടെയ്ൻ യൂറിക് ആസിഡ് ക്രിസ്റ്റൽ ഇൻഡിക്കേറ്റിംഗ് സ്റ്റോറേജ് എക്സ്ക്രീഷൻ. ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ ഡെൻസ് ബ്രഷ് ബോർഡർ. അതായത് മൈക്രോവില് റിച്ച്ഡ് ആയിട്ടുള്ള ലൂമൻ ആയിരിക്കും. ഇറ്റ് സപ്പോർട്ട്സ് ഇൻ ദ ആക്റ്റീവ് സെക്രീഷൻ. ബേസ്മെൻറ്റ് മെംബ്രെയിൻ തിന്നാണ് ബട്ട് വെൽ ഡിഫൈൻഡ് ആയിരിക്കും.
It serves as an anchor and barrier between the epithelial cells and hemolymph. അപ്പോൾ ഇത്രയേ ഉള്ളൂ ടോപ്പിക്. താങ്ക് യു.